ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ചെയ്യാതെ അനക്കരുത്, അനങ്ങാതെ വെക്കണം. അനങ്ങാതെ വെക്കരുത്, തീയെല്ലാം ഓപ്പൺ നേരം മൂടി വെക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മെമിക്സ് റിവ്യൂ സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്, വെള്ളരിക്കക്കറി. അപ്പോൾ അതിനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം 1 കിലോ ഉള്ളി, അല്ല 1 കിലോ വേണ്ടല്ലോ, ഒരു ഉള്ളി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇഞ്ചി കുറച്ച് മതി, ചെറിയ വട്ട്, പിന്നെ കുറച്ച് വേപ്പില, ഇത്തിരി പച്ചമുളക്, ഒരു 2 തക്കാളി. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയി. ഇനി ഇവിടെ നമ്മുടെ വെള്ളരിക്ക വേണം. കുറച്ച് ഒരു 1/2 മുറി വെള്ളരിക്ക ഞാൻ എടുത്തിട്ടുണ്ട്, അതും ഓക്കെ. പിന്നെ ഒരു 1.5 കപ്പ് തൈര്, പിന്നെ ഒരു 1/2 കപ്പ് ഉണ്ടാവും തേങ്ങ, അതും ഓക്കെ. അപ്പോൾ നമ്മൾ വെള്ളരിക്ക വെച്ച പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഉള്ളി, കുറച്ചല്ല, അരിഞ്ഞു വെച്ച ഉള്ളി മൊത്തം ഇടണം, തക്കാളി ഇടണം, പിന്നെ എന്താ വേണ്ടത്? പച്ചമുളക് കുറച്ച് മതി, ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കണം, പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം വെള്ളരിക്കൽ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ മതി, പിന്നെ 1/4 മഞ്ഞൾപ്പൊടി വേണം. അത് കഴിഞ്ഞിട്ട് ഒരല്പം ഉപ്പും. ഓക്കെ, സെറ്റായി. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഇതെന്ത് ചെയ്യുക? ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാനുണ്ട്, അരിപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് തേങ്ങ, നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അരച്ച തേങ്ങ, അതിരിക്കണം. അരച്ച തേങ്ങ ഇടണം. പിന്നെ 1.5 കപ്പ് തൈരുണ്ട്. അതിൻ്റെ പുറമെ ജീരകം, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം വേണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വേണം. പിന്നെ പച്ചമുളക്, നമ്മൾ ബാക്കി വെച്ച പച്ചമുളക് വേണം. പിന്നെ വെളുത്ത ഉള്ളി ഉണ്ട്, അതിടണം. പിന്നെ അരിഞ്ഞ് വെച്ച ഇഞ്ചില്ലേ, അതും ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ, സെറ്റായി. ഈ വേപ്പിൽ അത്യാവശ്യമുണ്ട്, ആവശ്യം നമുക്ക് വരും, ലാസ്റ്റിൽ വരും. ഇനി നമുക്ക് ഒന്ന് അടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പൊളിക്കും. അടിപൊളി. ഇതാ മോനെ, അരപ്പ് സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളരിക്കം തുറന്നു നോക്കാം. എന്താ ആവി. ഒന്ന് സെറ്റാവണ്ട, ഒന്ന് ഇളക്കണം. ഒന്ന് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച അരപ്പിടണം, ഒഴിക്കണം. പക്ഷേ ഇതെല്ലാം അരപ്പ് ഒഴിക്കണം. ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, മതി. ഇതൊന്ന് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ തിരി പതുക്കൊന്നും താഴണം കേട്ടോ. കാരണം എന്താ അറിയോ? അതിന് കുറച്ച് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ഇടണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇടാം, കാരണം ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഇനി നമുക്ക് തിരി എന്ത് ചെയ്യുക? ഒന്ന് താഴ്ത്തി വെക്കാം. തിരി താഴ്ത്തി വെച്ച് വളരെ താഴ്ത്തി വെക്കാം. ഇതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചട്ടി എടുക്കുന്നു, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ 2 ടീസ്പൂൺ മതിയാവും, അത്ര മതിയാവും. ഇനി അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ കടുക് ഇടണം. ഈ കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുകിന് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ, ഡാൻസ് ആണല്ലോ. ഇവിടെ ഉരുമുടി കഴിഞ്ഞാൽ അടിപൊളിയാവും. ഈ ഡാൻസിൻ്റെ കളിക്കുമ്പോൾ എൻ്റെ മണ്ടയിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് വേപ്പിലിടുക. അത് കഴിഞ്ഞാൽ ആ വേപ്പില നമ്മൾ അതും കൂടി ഒരുമിച്ച് കളിച്ചോളും. ഇപ്പോൾ എന്താ ഡാൻസ് 3 കൂടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് പട്ടലമുളക് അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഉണ്ടായാലും കുഴപ്പമില്ല. ഈ ഗ്യാസ് ഓഫ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ചെയ്യാതെ അനക്കരുത്, അനങ്ങാതെ വെക്കണം. അനങ്ങാതെ വെക്കരുത്, തീയെല്ലാം ഓപ്പൺ നേരം മൂടി വെക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കാം. അടിപൊളി. എന്തൊരു സ്മെല്ലാണ്. ഇത് നല്ലൊരു ബൗൾ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. അങ്ങനെയാണ് വെള്ളരിക്കക്കറി. ഇപ്പം എങ്ങനെയുണ്ട്? എന്നിട്ട് പോരെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എല്ലാതും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ പോയി കുടിച്ചിട്ട് വരാം, വേണം ഒന്ന് കഴിക്കാൻ. അടിപൊളി.